പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ തിരുവാതിര ഞാറ്റുവേലയല്ലേ ഇപ്പോൾ. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ചെത്തി നമുക്ക് വെച്ച് പിടിപ്പിക്കാമെന്ന്. ചെത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അമ്പലങ്ങളിലൊക്കെ എടുക്കുന്ന ആ ചെത്തി തന്നെയാണ് കേട്ടോ. അപ്പം എൻ്റെ കയ്യിൽ ഒരു ചെത്തി നിപ്പുണ്ട്. ഇത് കഴിഞ്ഞ തിരുവാതിര ഞാറ്റുവേലയ്ക്ക് ഞാൻ വെച്ച ചെത്തിയാണ്. അപ്പം അതിൽ നിന്ന് തന്നെ ഒരു കമ്പെടുത്തിട്ട് വേറെ കുത്താമെന്ന് വിചാരിച്ചു. എൻ്റെ വീട്ടിൽ ഇപ്പോൾ ഒറ്റ ചെത്തികളില്ല കേട്ടോ. എൻ്റെ കയ്യിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 8, 9 വെറൈറ്റി ചെത്തികൾ ഉണ്ടായിരുന്ന വീടായിരുന്നു. ഇപ്പോൾ എൻ്റെ കയ്യിൽ ആകെ 3, 4 വെറൈറ്റി ചെത്തികളെ എൻ്റെ കയ്യിലുള്ളൂ. അതും അത്ര നന്നായിട്ടൊന്നും ഞാൻ നോക്കുന്നില്ല. കാര്യമായ രീതിക്ക് നോക്കാത്തത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇവത്തിന്ന് തന്നെ ഒരു ചെത്തിക്കമ്പ് എടുത്ത് നമുക്ക് വെക്കാമെന്ന്. എന്നുവെച്ചാൽ ഒത്തിരി പേര് എന്നോട് പറയുന്നുണ്ട്, ചെത്തി വെച്ചിട്ട് പിടിക്കുന്നില്ല, ഇതിനകത്ത് പുഴുക്കേടാണ്, പെട്ടെന്ന് നിന്ന നിപ്പിൽ വാടിപ്പോകുന്നു എന്നൊക്കെ. അപ്പം ഞാൻ ഈ ചെത്തി വെച്ചിട്ട് നമ്മൾ ഇതിനകത്ത് ഞാൻ ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു 2 ആഴ്ച അല്ലെ 1 മാസം അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ ശകലിച്ച വേപ്പ് പിണ്ണാക്ക് ഇട്ട് കൊടുക്കുന്ന അതിൻ്റെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ചുവട്ടിൽ ഈ അടിവഴി വേര് വഴിയാണല്ലോ അതിന് കേടുവരുന്നത്. അപ്പോൾ ചെത്തിയുടെ ഇളം കമ്പുകൾ നോക്കി, അധികം മൂക്കാത്ത കമ്പുകൾ നോക്കിയാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ആ പൂ നിൽക്കുന്ന ആ ഒരു കമ്പായാലും മതി കേട്ടോ, അതും പിടിക്കും. ചെത്തിയുടെ മൂത്ത കമ്പുകൾ വെച്ചാൽ എനിക്ക് പിടിക്കാറില്ല. ഇനി മറ്റാർക്കെങ്കിലും പിടിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ചെത്തിയുടെ ഇളം കൊമ്പുകൾ നോക്കി വെക്കുന്നതാണ് നല്ലത്. പിന്നെ ഞാൻ വെക്കുമ്പോൾ ഇപ്പം വെക്കുമ്പോഴത്തേക്കും ഞാൻ അതേപടി തന്നെയാണ് വെക്കുന്നത്. പക്ഷേ ഇങ്ങനെയല്ല, നമ്മൾ അതിനകത്ത് മാക്സിമം ഇലകൾ കളഞ്ഞിട്ട് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് വേര് പിടിക്കും കേട്ടോ. ആ പൂവും കൂടി കളഞ്ഞിട്ട് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് വേര് പിടിക്കും. ഇല്ല എങ്കിൽ വേര് പിടിക്കാൻ ഇച്ചിരി താമസം ഉണ്ടാകുമെന്നേ ഉള്ളൂ, എങ്കിലും വേര് പിടിച്ചോളും. ഞാനപ്പം ഇപ്പം ഇങ്ങനെ വെക്കുന്നുണ്ടെങ്കിലും ഞാൻ ഈ വീഡിയോയുടെ അവസാനം അതിനകത്ത് ഇലകളെല്ലാം തന്നെ കളയുന്നുണ്ട് കേട്ടോ, പൂ കളയുന്നില്ല. അപ്പൊ ഇതിനു മുന്നവും ഞാൻ ഇങ്ങനെ ഒരു ചെത്തിയുടെ കമ്പ് അവിടെ വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അത് വേര് പിടിച്ച് വരുന്നേ ഉള്ളൂ കേട്ടോ. ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ അതിനെ പിഴുതെടുക്കുന്നുമുണ്ട്. അപ്പൊ ഈ കഴിഞ്ഞ വർഷം വെച്ചതാണെങ്കിൽ പോലും ഞാൻ ഈ ചെത്തി വെച്ച് എനിക്ക് എപ്പോഴും തന്നെ അതിനകത്ത് ഓരോ കൊല പൂക്കൾ ഉണ്ടാകാറുണ്ട് കേട്ടോ. ഇത് പനിക്കൂർക്കയാണ്, സൈഡിൽ വെള്ള കളറുള്ള പനിക്കൂർക്കയാണ് ഈ കാണുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിൽ ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പച്ച പനിക്കൂർക്കനേക്കാളും നല്ല ഇത് ഈ ഇങ്ങനെയുള്ള പനിക്കൂർക്ക, ഈ വെള്ള കളറുള്ള പനിക്കൂർക്കയ്ക്കാണെന്ന്. എന്തായാലും ഞാൻ വെള്ളമൊക്കെ തിളപ്പിക്കാനും മറ്റും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ തിരുവാതിര ഞാറ്റുവേലയെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഈ സമയത്ത് എന്ത് നട്ടാലും പെട്ടെന്ന് കിളിർത്ത് വരും കേട്ടോ. ഇപ്പൊ ഈ കാണുന്നത് ഒരു നന്ദ്യാർവട്ടാണ്. ഇത് ശരിക്കും ഞാൻ പയറിന്, ഈ നമ്മുടെ തടപ്പയറിന് വേണ്ടി ഞാൻ അതിന് താങ്ങായിട്ട് വെച്ചിരുന്ന, പടരാനായിട്ട് കൊടുത്തിരുന്നതാണേ. പക്ഷെ അത് പിടിച്ചു കയറുന്നുണ്ട് നന്ദ്യാർവട്ടം. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ ഞാൻ ആദ്യം വെച്ച ആ ഒരു ചെത്തി എന്ന് പറയുന്നത്. കണ്ടോ, ആ ഫ്രിഡ്ജ് ബോക്സിന്റെ സൈഡിൽ അതിൽ നിന്ന് പോകുന്ന ഒരു ഇതെടുത്ത് ഞാൻ വെച്ചതാണ്. ഒരു ഒരു വേര് ചെറുതായിട്ട് നല്ല രീതിക്ക് വന്നിട്ടുമുണ്ട്. ഒരു 3 വേര് വേറെ അതിന് പയ്യെ പൊട്ടി വരുന്നുമുണ്ട് കേട്ടോ. പക്ഷെ ഈ പൂവും ഇലയൊക്കെ കളഞ്ഞായിരുന്നു ഞാൻ വെച്ചെങ്കിൽ അതിനിപ്പം നല്ലൊരു തണ്ട് വന്ന് വീണ്ടും അത് നല്ല രീതിക്ക് മുളച്ചു വന്നേനെ. ഞാൻ ആ മൊട്ട് നിന്നത് കാരണം, ആ മൊട്ട് കളയാതെ നിർത്തിയത് കാരണം, ആ മൊട്ടും ആ ഇലകളും നല്ല രീതിക്ക് നിൽക്കുന്നത് കൊണ്ടാണ് നല്ല രീതിക്ക് ഇതിന് വേര് വരാത്തത്. അതേസമയം ആ മൊട്ടും കളഞ്ഞു ഇലകളും കളഞ്ഞാണ് വെക്കുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ വേര് വരും കേട്ടോ. ഈ ചെത്തിക്ക് അങ്ങനെ ഒരു കാര്യമുണ്ട്. നമ്മൾ ആ തണ്ട് വെക്കുമ്പോൾ ഇതിനകത്ത് വലിയ ഇലകളും അതിൽ പൂമ്പുല്ലും മൊട്ട് വരുന്നുണ്ടെങ്കിൽ ആ മൊട്ടും നുള്ളി കളഞ്ഞിട്ടാണ് വെക്കുന്നതെങ്കിൽ പെട്ടെന്ന് അതിന് വേര് പിടിക്കും കേട്ടോ. ഞാൻ ആദ്യം കുത്തിയപ്പോഴത്തേക്കും അങ്ങനെ അതെല്ലാം അതേപടി തന്നെയാണ് നിർത്തിയത്. ഇത് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 1.5, 2 മാസത്തിനടുക്കെ ആയിട്ടുണ്ട് ഈ ചെത്തി, ഈ കമ്പ് ഞാൻ വെച്ചിട്ട്. എന്നാന്ന് വെച്ചാൽ അതിന്റെ മേളിൽ നിന്നും ഒടിഞ്ഞു പോയതായിരുന്നു. തീർത്തും തളിർത്തൊരു തളിര് കമ്പായിരുന്നു. അതാണ് ഞാൻ വെച്ചത്. ഇതേ വേര് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ചെറിയ രീതിക്ക് ഇത് കാണുന്ന ചെറിയ രീതിക്ക് കാണുന്നത് വേരാണ്. പിന്നെ ഒരു 3 ചെറിയ വേരുകളും കൂടി മൊട്ടായിട്ട് അതിന്റെ പറ്റേ കൂടി വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതിനെ ഇനി കുഴിച്ചു വെക്കണം. വേരിന് വലിയ പ്രശ്നങ്ങളൊന്നും വരാത്ത രൂപത്തിൽ ഒരു ചട്ടിയിൽ കുഴിച്ചു വെക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിപ്പോൾ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ഞാൻ അതിനകത്തുനിന്ന് പൊക്കിയെടുത്തതാണേ. അപ്പം അത് ഇങ്ങനെ കരിയില നിറച്ച്, നേരത്തെ കരിയില നിറച്ച് ഇതാക്കി വെച്ചിരുന്ന ഒരു പാത്രത്തിലോട്ടാണ് ഞാൻ വെക്കുന്നത്. ആ വേരിന് വലിയ അനക്കമൊന്നും തട്ടാത്ത രൂപത്തിൽ തന്നെ ഞാൻ വെക്കുന്നുണ്ട്. ഇങ്ങനെ ചെത്തി എന്നല്ല, നമ്മൾ കമ്പ് വെട്ടി കിളിപ്പിക്കുന്ന എന്ത് ചെടികളും ഈ തിരുവാതിര ഞാറ്റുവേലയ്ക്ക് നമുക്ക് വെക്കാം. തിരുവാതിര ഞാറ്റുവേല എന്ന് പറഞ്ഞാൽ നമ്മുടെ മിഥുനമാസം 7-ാം തീയതി മുതൽ 21-ാം തീയതി വരെയാണ്
അപ്പം ഞങ്ങടെ ഇവിടെയൊക്കെ ഈ വൈക്കം അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പെട്ടെന്ന് നമ്മൾ തിരുവാതിര ഞാറ്റുവേല ഓർക്കുന്നത് നമുക്കിവിടെ ഈ പള്ളിയിലൊക്കെ തോറാന എന്ന് പറയുന്നൊരു സംഭവം ഈ ഒരു സമയത്താണ്. എനിക്ക് തോന്നുന്നു ജൂലൈ 3 തോന്നുന്നു. ജൂലൈ 3 തോറാന. ഞാനൊക്കെ ഇങ്ങനെ പള്ളി സ്കൂളിലാണ് പഠിച്ചത്. അപ്പൊ നമുക്ക് ആ തോറാനയ്ക്ക് അവധിയുള്ളത് നല്ലൊരു ഓർമ്മയാണ്. അപ്പൊ ആ ഒരു സമയം കൊണ്ട് എന്ത് ചെടി വെച്ചാലും എൻ്റെ ചെറുപ്പം മുതലേ ഞാൻ കേട്ടേക്കണതാണ്. തോറാനയ്ക്ക് നീ എന്ത് വെട്ടി വേണം കുത്തിക്കോ അന്നേരം നന്നായിട്ട് കിളുത്ത് വരുമെന്ന് എൻ്റെ അച്ഛൻ്റെ അമ്മയൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ പലതും ഞാൻ വെച്ചിട്ടുമുണ്ട് കേട്ടോ. അപ്പൊ ഇത് ഈ കാണുന്ന ചെടികളൊക്കെ ആണേലും ഞാൻ വെച്ച് പിടിപ്പിച്ചത് കഴിഞ്ഞ തോറാന സമയത്ത് ഞാൻ പിടിപ്പിച്ച ചെടികളാണ്. ഈ ഞാറ്റുവേല സമയത്ത് ഞാൻ പിടിപ്പിച്ച ചെടികളാണ്. ആ, ക- ആ, ഉം, ഈ കാണുന്ന എല്ലാ ചെടികളും ഞാൻ കഴിഞ്ഞ ഞാറ്റുവേലയ്ക്ക് പിടിപ്പിച്ചതാണ്. ഞാനിപ്പോൾ ഒടിച്ചെടുത്ത ആ ഒരു കമ്പില്ലേ, അങ്ങനത്തെ ആ ഒരു ചെറിയ ആ കമ്പിൽ നിന്നാണ് ആ തൈകളെല്ലാം ദേ ഈ രൂപത്തിൽ ഞാൻ വെച്ച തൈകളാണ് ആ കാണുന്നത്. പിന്നെ ഇത് വേര് പിടിച്ചു കഴിഞ്ഞ് നമ്മുടെ വലിയ ചട്ടിയിലോട്ട് മാറ്റുമ്പോൾ ഞാനൊരു കാര്യം ചെയ്യും. നിറച്ചും കരികിലയോ അല്ലെങ്കിൽ വാഴപ്പിണ്ടി ഇല്ലേ, വാഴപ്പിണ്ടി ഒരു വിധം വെട്ടി അതിനകത്തിട്ടിട്ട് അതിൻ്റെ മേളിൽ വെക്കുന്നത് കൊണ്ടായിരിക്കാം എല്ലാവരും എന്നോട് ചോദിക്കും ഇത്ര ബുഷായിട്ട് എങ്ങനെയാ പെട്ടെന്ന് വളർന്നതെന്ന്. ശരിക്കും പറഞ്ഞാൽ ഇതിനടിയിൽ ഞാൻ ഇട്ടേക്കണ വാഴപ്പിണ്ടി മാത്രമാണ്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഈ തിരുവാതിര ഞാറ്റുവേല ആയത് കാരണം ആ, ശരിക്കും ഇതിന് ഈ ഒരു തിരുവാതിര ഞാറ്റുവേലയുടെ ഒരു ഇത് എല്ലാവരും കാണണമെന്നുള്ള ഇതുകൊണ്ട് ഞാൻ ഒരു മാസം മുന്നേ തന്നെ കുറേ തൈകൾ ഞാൻ വെച്ച് പിടിപ്പിച്ചു. അപ്പൊ ഞാൻ നേരത്തെ കാണിച്ച ഒരു കുങ്ങിണി എന്ന് പറയുന്ന ഒരു ചെടിയാണ്. ഇവിടെയൊക്കെ കുങ്ങിണി എന്നാണ് അതിന് പറയുന്നത്. അതൊക്കെ കിളുത്ത് നിൽക്കുന്നതാണ് കാണിച്ചത്. അപ്പൊ എന്തും നമുക്ക് കിളുക്കില്ല എന്ന് വിചാരിക്കുന്ന റോസ ആയിക്കോട്ടെ, ചെമ്പരത്തി ആയിക്കോട്ടെ, എന്ത് വേണേലും ഈ സമയത്ത് നമുക്ക് വെച്ച് പിടിപ്പിക്കാം കേട്ടോ. അപ്പൊ നിങ്ങളും അങ്ങനെയൊക്കെ ഒന്ന് വെച്ച് പിടിപ്പിച്ച് നോക്കൂ.